മാസത്തെ അപ്പുറത്തേക്ക് നീണ്ടുന്നാൽ പോലും ആ ഇമ്പാക്റ്റുകൾ വന്നു തുടങ്ങും നമുക്കൊക്കെ. അങ്ങനത്തെ ഒരു വളരെ സ്ട്രാറ്റജിക് പോയിൻ്റാണത്. ഇറാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക് പോയിൻ്റാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നലെ ഒരു ഫസ്റ്റ് ഒരു നീജർ റിയാക്ഷൻ കഴിഞ്ഞു. ഇനി യുദ്ധമുന്നണിയിലുണ്ടാവുന്ന വലിയ രൂക്ഷത തീർച്ചയായിട്ടും അത് വിപണിയിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. 105 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ വിൽക്കണു. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡിൻ്റെ വില 60,000, 70,000, 80,000 നമ്മൾ 105 രൂപയ്ക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻ അവിടെ വരുത്തുന്നുള്ളൂ. ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നുണ്ടാകുന്ന പല ന്യൂസ് ഇമ്പാക്റ്റുകൾ ഇത് ആളുകളെ ആ ഭീതിയുടെ ഒരു വല്ലാത്തൊരു ഇതിനകത്ത് കൊണ്ടുപോകാറുണ്ട്. സത്യത്തിൽ നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഇൻവെസ്റ്റർ നിലയെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ വീഴ്ചകൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. US-ഉം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ദിവസങ്ങൾ പിന്നിടുകയാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുതൽ സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിനെ വരെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ അക്കാര്യങ്ങൾ വിശദീകരിക്കാനായി ഓഹരി വിപണി വിദഗ്ധൻ ജയദീപ് മേനോൻ നമ്മളൊപ്പം ചേരുകയാണ്. സ്വാഗതം സാർ. നമസ്കാരം. സാർ, എന്തായിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ ഓഹരി വിപണിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യങ്ങൾ? തീർച്ചയായിട്ടും യുദ്ധം എന്നുള്ള ഒരു ഘടകം വിപണിയെ തീർച്ചയായിട്ടും വളരെ അധികം ആ ഭീതി, അതുകൊണ്ടുണ്ടാകുന്ന ഭീതി പ്ലസ് അതുകൊണ്ടുണ്ടാക്കുന്ന ചില തരത്തിലുള്ള ഇപ്പോൾ ക്രൂഡ് ഓയിലടക്കം ഉണ്ടാകുന്ന വിലയുടെ വർധനവ് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്തെ സാമ്പത്തിക രംഗത്തെ കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. പല യുദ്ധങ്ങളും തുടങ്ങിയിടത്തു നിന്ന് അല്ലെങ്കിൽ ആ തുടങ്ങുന്ന സ്ഥലങ്ങളിൽ നിന്ന് പിന്നീട് നമ്മൾ എവിടം വരെ എത്തിച്ചേർന്നു എന്നുള്ളതും ആരൊക്കെ അതിനകത്തേക്ക് വന്ന് ചേർന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും അതിൻ്റെ രൂക്ഷത ഓരോ രാജ്യങ്ങളും അനുഭവിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യം ക്രൂഡ് ആയതുകൊണ്ട് തന്നെ ആ ക്രൂഡിൻ്റെ അത് നമ്മൾ വളരെ വലിയൊരു ഇമ്പോർട്ടറാണ് ക്രൂഡിൻ്റെ. ആ ക്രൂഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ എക്കണോമി ഇപ്പോൾ ഇതുവരെ ഈ കഴിഞ്ഞൊരു 8 വർഷം 9 വർഷം മുന്നോട്ട് പോയത് പോലും സത്യത്തിൽ ക്രൂഡിൻ്റെ ബലത്തിലാണ്. അതായത് ക്രൂഡ് ചെറിയ തോതിൽ നമുക്ക് വളരെ വില കുറഞ്ഞു വന്ന സാഹചര്യം നമ്മൾ നന്നായിട്ട് മുതലെടുത്തിട്ടുണ്ട്. നമ്മുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കാര്യമായിട്ട് പിടിവിട്ട് കയ്യിൽ നിന്ന് പോകാണ്ടിരിക്കാനും രൂപയുടെ കാര്യത്തിലാണെങ്കിലും വലിയൊരു ചാഞ്ചാട്ടം അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇമ്പോർട്ട് ബില്ല് അത്രയധികം കുറയ്ക്കാൻ പറ്റിയതൊക്കെ നമ്മൾ ക്രൂഡ് കുറഞ്ഞു നിന്നുകൊണ്ടാണ്. അപ്പോൾ ആ ക്രൂഡ് വില വർദ്ധിക്കുന്നത് തീർച്ചയായിട്ടും വിപണിയെ ബാധിക്കും. അത് എത്ര നാളിലേക്ക് നീണ്ടു നിൽക്കുന്നു എന്നുള്ള അനുസരിച്ചായിരിക്കാം. അതായത് നമുക്കൊക്കെ ഒരു റിസർവിൻ്റെ ഒരു പരിധിയുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളുടെ രാജ്യത്തിന് ഇതെടുക്കുകയാണെങ്കിൽ തന്നെ 2 വീക്സിനുള്ള റിസർവാണ് നമ്മൾ സാധാരണ കീപ്പ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ അത് കൂടുതലേക്ക് ആവശ്യം വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഹോർമസ് കടലെടുക്കലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഇത്ര വലിയൊരു ഇഷ്യൂ കാരണം അതിൽ ഇങ്ങോട്ട് പോരാണ്ട് വരും. ഒരു 30 to 40% ഇന്ത്യയിലേക്കും ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങളിലേക്ക് വരുന്നത് ഈ മേഖലയിൽ നിന്നാണ്. നമ്മൾ റഷ്യയിൽ നിന്ന് കാര്യമായിട്ട് ഇമ്പോർട്ട് ചെയ്തിരുന്നു. അതിനിപ്പോൾ കുറച്ചധികം റെസ്ട്രിക്ഷൻ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ഇപ്പോഴും ലഭ്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ മുന്നോട്ട് ഇനി അടുത്ത ദിവസങ്ങളിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏത് തരത്തിലുള്ളൊരു നീക്കം അതിനകത്ത് കൊണ്ടുവരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വിപണിക്കും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നലെ ഒരു ഫസ്റ്റ് ഒരു നീജർ റിയാക്ഷൻ കഴിഞ്ഞു. ഇനി യുദ്ധമുന്നണിയിലുണ്ടാവുന്ന വലിയ രൂക്ഷത തീർച്ചയായിട്ടും അത് വിപണിയിൽ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്ട്രാറ്റജിക്കായിട്ട് നമുക്ക് വീണ്ടും റഷ്യയെ ആശ്രയിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം വെച്ചാൽ ഇതിപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ റഷ്യ നമ്മളുടെ എനർജി സെക്യൂരിറ്റി അല്ലെങ്കിൽ എനർജി നീഡ് തീർക്കാനായിട്ട് നമ്മൾ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഓപ്പണായി കിടക്കണമുണ്ട്. അപ്പോൾ ഈ വിപണിയിലുള്ള ഈ ചാഞ്ചാട്ടം സാധാരണക്കാരെ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവരോട് ഓഹരി വിപണി വിദഗ്ധൻ എന്നുള്ള രീതിയിൽ എന്താണ് പറയാനുള്ളത്? നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് നമുക്ക് ആദ്യമായിട്ടല്ല ഉണ്ടായിരിക്കുന്നത്. ഈ യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഈവൻ നമ്മൾ അമേരിക്കയുടെ സാങ്ഷൻസ് വരെ നമുക്കിതിരെ ഉണ്ടായിട്ടുണ്ട്. ഈ അവസരങ്ങളിലൊക്കെ ഇതെല്ലാം പിന്നീട് ഭംഗിയായിട്ട് നമ്മൾ കടന്നു പോന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയപ്പെടേണ്ട സമയമല്ല. പുറത്തുനിന്നുണ്ടാകുന്ന പല ന്യൂസ് ഇമ്പാക്റ്റുകൾ ഇത് ആളുകളെ ആ ഭീതിയുടെ ഒരു വല്ലാത്തൊരു ഇതിനകത്ത് കൊണ്ടുപോകാറുണ്ട്. സത്യത്തിൽ നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ഇൻവെസ്റ്റർ നിലയെ സംബന്ധിച്ചുള്ള ഇങ്ങനത്തെ വീഴ്ചകൾ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല സ്റ്റോക്കുകളിലേക്ക് എൻട്രി ചെയ്യാൻ നമുക്ക് അതായത് ലോ പ്രൈസിൽ നമുക്ക് കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റികളാണ്. ഒരു ഇൻവെസ്റ്റർ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഈ ഷെയർ മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതികളുടെ വ്യത്യാസങ്ങളാണത്. ഈ ഒരു ട്രേഡറോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് വളരെ ഷോർട്ട് ടൈമിലേക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി വരുന്നവരൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഇത് ഭയപ്പെടേണ്ടത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതായത് ബാക്കിയുള്ള ഒരു ഇൻവെസ്റ്റർ ഒരു ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഓപ്പർച്യൂണിറ്റീസാണ്. ആ ഓപ്പർച്യൂണിറ്റീസ് നല്ല വിധത്തിൽ ഉപയോഗിക്കുക, നല്ല സ്റ്റോക്കുകളിലേക്ക് കയറാനും അത് നന്നായിട്ട് ട്രാക്ക് ചെയ്ത് കൊണ്ടുപോകാനും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അസറ്റിലേക്ക് നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ആ അവസരങ്ങൾ ഉപയോഗിക്കുക. അതാണ് ഇങ്ങനത്തെ അവസരങ്ങൾ കിട്ടുമ്പോൾ ചെയ്യേണ്ടത്. ഒരിക്കലും ഇങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോൾ ഇത് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ വിറ്റ് പുറത്തേക്ക് പോവുകയോ ചെയ്യരുത്. അങ്ങനെ ഒരു പാനിക് ആവേണ്ട ഒരു സിറ്റുവേഷൻ മാർക്കറ്റിൽ നിന്നല്ല. ശരിക്കും ഒരു അസറ്റിലും ഇല്ല അതങ്ങനത്തെ. ശരിക്കും നമുക്കൊരു 3 അസറ്റുകളാണ് പ്രധാനമായിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ് ആൻഡ്
equity ഷെയർസ്, ഇത് 3 അസറ്റ് ക്ലാസ്സുകളിലും നമ്മൾ ഇതിനകത്ത് പാനിക്കായിട്ട് ഇത് എവിടേക്ക് പോകാനാണ്? അതിനകത്ത് ആ അവസരങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പഠിക്കുക, അതാണ് ചെയ്യേണ്ടത്. ആ ഒരു മെച്യൂരിറ്റിയിലും കാണിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ സാറ് ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞു. ഗോൾഡ് ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വില കൂടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. നമ്മുടെ ആളുകളൊക്കെ അതിനെ ഒരു നിക്ഷേപമായിട്ട്, നേരത്തെ ആഭരണമായിട്ടാണെങ്കിൽ ഇപ്പോൾ നിക്ഷേപമായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മേഖല ഓഹരി വിപണി മാത്രമാണ്. എന്നാലും ഗോൾഡ് ഞാൻ ട്രാക്ക് ചെയ്യുന്നൊരു സംഗതിയാണ്. നമ്മളുടെ നിക്ഷേപകരുടെ ഇടയിൽ തന്നെ നമ്മൾ സാധാരണ പണ്ട് മുതൽ തന്നെ ഒരു 5% to 10% ഗോൾഡ് കീപ്പ് ചെയ്യാൻ എപ്പോഴും ഇത് ചെയ്യുമായിരുന്നു. ഒരു സേഫ് ഹെവൻ എന്നുള്ള രൂപത്തിൽ മാത്രമാണ് അതിനെ ആ ഒരു അസറ്റ് നമ്മൾ വെച്ചുകൊണ്ടിരുന്നത്. കാരണം ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള അസറ്റ് അല്ല അത്. അപ്പോൾ അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ, പോർട്ട്ഫോളിയോക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ മാത്രമാണ് വേണ്ടത്. അല്ലാതെ അതിൽ നിന്ന് ഇതേപോലെ ഒരു നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഗോൾഡിനകത്ത് നമ്മൾ സൈക്കിളുകൾ പരിശോധിക്കുകയാണെങ്കിൽ കാണുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ ഒരു കയറ്റങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ പിന്നീട് ഒരു വർഷങ്ങളോളം അത് അനങ്ങാതെ കിടക്കും. കാര്യം ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ക്രൈസിസ് സിറ്റുവേഷൻ കൊണ്ട് ഇനീഷ്യലി, അല്ലെങ്കിൽ ക്രൈസിസ് എന്ന് പറയാൻ പറ്റില്ല നമുക്ക്, ശരിക്കും ഇത്തവണത്തെ ഗോൾഡിൻ്റെ കയറ്റത്തിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ റിസർവ് ബാങ്കുകൾ പർച്ചേസ് ചെയ്ത ഒരു റീസണാണ്. പ്രത്യേകിച്ച് ഇന്ത്യ, ചൈന പോലുള്ള നമ്മളുടെ ഈ എമർജിങ് മാർക്കറ്റുകളിൽ നിന്ന് ഡോളറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റിയതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ മാത്രമാണ് നമ്മൾ ഈ പ്രൈസ് അപ്രിസിയേഷൻ കാണുന്നത്. അതിൻ്റെ പുറകെ റീറ്റെയിൽ പബ്ലിക്കും പോയി ഇപ്പോൾ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, റിസർവ് ബാങ്കുകൾ ഈ ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കുന്നത് അവർക്ക് നാളെ കയറുമ്പോൾ വിൽക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റേബിൾ അസറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല അത്. സത്യത്തിൽ അവർ തൽക്കാലം ഡോളറിൽ നിന്ന് മാറാനായിട്ട്, ഡോളറിനെ അമേരിക്ക ഒരു വെപ്പണാക്കി ഉപയോഗിച്ച് തുടങ്ങിയതുകൊണ്ട് ആ ഡോളറിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ ചെയ്യുന്നത്. ഇത് മാറാം ഇനി. നാളെ ഇപ്പോൾ അമേരിക്ക ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാറുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിലും മാറ്റങ്ങൾ വരുമ്പോൾ തിരിച്ച് ഡോളറിലേക്ക് പോവാം. ഇപ്പം ചൈനയും US തമ്മിലുള്ള ആ ഒരു ടഗ് ഓഫ് വാറിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡീവിയേഷൻ, ഇതിനെ നമ്മളിനി എങ്ങനെ നമ്മൾ കാണണമെന്നനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇക്വിറ്റിക്കകത്ത് നമുക്ക് ഡിവിഡൻഡ് ഇൻകം ഉണ്ട്, റിയൽ എസ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് റെൻ്റൽ ഈൽഡ് ഉണ്ട്. പക്ഷേ സ്വർണ്ണത്തിൽ എന്താ ഉള്ളത്? ഇതൊന്നും സംഗതി അതിനകത്ത് ഇല്ല സത്യത്തിൽ. പിന്നെ ഇപ്പോഴത്തെ പോലെ ഇത്രയധികം അപ്രീസിയേഷൻ ഉണ്ടായതിൻ്റെ പുറമെ പോയിട്ട് പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് അബദ്ധമാവാനാണ് സാധ്യത കൂടുതൽ. ഈ വിപണിയിലുണ്ടാകുന്ന ചാഞ്ചാട്ടം ഇൻഫ്ലേഷൻ ഉണ്ടാക്കുമോ? അത് നമ്മുടെ പലിശ നിരക്കുകളിൽ റിസർവ് ബാങ്ക് എന്തെങ്കിലും മാറ്റത്തിലേക്ക് പോകാനുള്ള അത്തരത്തിലുള്ള ദീർഘകാല പ്രത്യാഘാതത്തിനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതും ഈ ക്രൂഡായിട്ട് കണക്റ്റഡ് ആണ്. കാരണം നമ്മളുടെ ഇവിടുത്തെ ഇൻഫ്ലേഷനെ കാര്യമായിട്ട് ബാധിക്കാവുന്നൊരു സംഗതിയാണ് ക്രൂഡിൻ്റെ പ്രൈസ് ഇൻക്രീസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പരിധി വരെയൊക്കെ ഈ പറഞ്ഞൊരു ഇപ്പോൾ വന്നിരിക്കുന്ന 80 വരെയുള്ളതോ അല്ലെങ്കിൽ ഒരു 85-87 വരെയുള്ള മൂവ്മെൻറ്റുകളൊന്നും ചിലപ്പോൾ പക്ഷേ ഗവൺമെൻറ് പുറത്തേക്ക്, അതായത് പബ്ലിക്കിലേക്ക് പാസ് ചെയ്യാൻ വഴിയില്ല. കാരണം അവർ താഴെ എങ്ങനെ ഗവൺമെൻറ്റിലേക്ക് റവന്യൂ കയറ്റി വെച്ചിരുന്നോ അതേ തരത്തിൽ തന്നെ തിരിച്ചും അവർ ചെയ്യും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഇവിടെ കുറയും. ഇത് നമ്മളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇന്ത്യയിലെ വലിയൊരു ഈ പറഞ്ഞൊരു സ്പെൻഡിങ് നടത്തുന്നത്, അതും പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് നടത്തുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കുറയും തോറും എവരി $10 ക്രൂഡിന് കൂടുമ്പോഴും ഏതാണ്ട് 1 lakh crore നഷ്ടമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഉണ്ടാവുന്നത്. അതായത് നോട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ടോട്ടൽ ഗവൺമെൻറ് മൊത്തത്തിൽ. അതായത് നമ്മളുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 3.5 lakh crore പെർ ഇയർ ഗവൺമെൻറ്റിന് ഈ ഇതിൻ്റെ എക്സൈസ് പ്ലസ് ഡ്യൂട്ടീസിൽ നിന്ന്, ഈ ക്രൂഡിൻ്റെ ഡ്യൂട്ടീസിൽ നിന്ന് മാത്രം ഗവൺമെൻറ് വരുമാനമുണ്ട്. ഇത് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്രോൾ 105 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ വിൽക്കണു. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ക്രൂഡിൻ്റെ വില 60,000, 70,000, 80,000 നമ്മൾ 105 രൂപയ്ക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻ അവിടെ വരുത്തുന്നുള്ളൂ. ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും പോയിക്കൊണ്ട് ഏതാണ്ട് 3.4 lakh crore പെർ ഇയർ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും കൂടി കിട്ടുന്നുണ്ട്. ഇത് ആണ് നമ്മളിവിടുത്തെ പല കാര്യങ്ങളുടെ സ്പെൻഡിങ്ങിന് ഉപയോഗിക്കുന്നത്, ഇൻക്ലൂഡിങ് നമ്മളിപ്പം വളരെയധികം ഈ സോഷ്യൽ വെൽഫെയർ സ്കീമുകൾക്കടക്കം പോകുന്നത് ഈ വലിയൊരു വരുമാനത്തിൽ നിന്നാണ് പോകുന്നത്. ഇപ്പോൾ ഈ വരുമാനം കുറയുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് അവിടെ സ്പെൻഡിങ് കുറയ്ക്കുന്നത് നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്തിനെ ബാധിക്കും കാര്യമായിട്ട് തന്നെ. കാരണം ഇപ്പോഴും കഴിഞ്ഞൊരു 3-4 വർഷം എടുക്കുകയാണെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വരുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറവാണ്. നമ്മൾ മുന്നോട്ട് വരണേ ഇല്ല. അത് വരാണ്ട് നിൽക്കുന്നതിനെ നമ്മൾ കുറേയധികം കവർ ചെയ്ത് പോകുന്നത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ കൊണ്ട് തന്നെയാണ്, ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂട്ടിയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തുണ്ടാക്കുന്ന നമ്മളുടെ ആ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ആ എൻജിൻ, അതിൻ്റെ സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട് ഈ പ്രൈസ് മുകളിൽ ദീർഘകാലം നിൽക്കുകയാണെങ്കിൽ. അപ്പോൾ ഡിപ്പെൻഡ്സ് നമ്മളിതിനെ, ഈ എനർജി ക്രൈസിസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യാൻ പോകുന്നു വരുന്ന ദിവസങ്ങളിൽ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപക്ഷെ നമ്മൾ റഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ട് വീണ്ടും കൂട്ടാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളെ കാര്യമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യില്ല. കാരണം റഷ്യയിൽ നിന്ന് നമുക്ക് ഇപ്പോഴും കിട്ടും, ഇതേപോലെ തന്നെ വലിയ റേറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും. എക്കണോമിക് സ്ലോ ഡൗൺ ആണ് എല്ലായിടത്തും. അപ്പോൾ വേൾഡ് ഓവർ, ഇന്ത്യയൊക്കെ ചിലപ്പോൾ ഒരു എക്സെപ്ഷനാണ് അതിനകത്ത്.
അതിനകത്ത് മാറിയിരിക്കണം. അതിന് പ്രധാന കാരണം ഗവൺമെൻറ് ഇത്രയധികം സ്പെൻഡ് ചെയ്യാൻ ഗവൺമെൻറ് കയ്യിൽ പൈസകളുണ്ടാണ്. ആ ഗവൺമെൻറ് പൈസ ഇടാനുള്ള കാരണം ക്രൂഡാണ് ഒരുപക്ഷെ. അതെ. അപ്പോൾ അതിനെ ഡാമേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഇവൻ്റാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് അത് എത്രത്തോളം പ്രൊലോങ് ചെയ്യണോ അത് തീർച്ചയായിട്ടും നമുക്കും ബാധിക്കാം. ഇനി പറഞ്ഞു വന്ന പോയിന്റിലേക്ക്, അതായത് ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇൻഫ്ലേഷനെ ഇത് തീർച്ചയായിട്ടും ആ പ്രൈസ് ഇൻക്രീസ് പബ്ലിക്കിലേക്ക് പാസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ ഉണ്ടാവും. എങ്ങനെ പ്രൈസ് ഹൈക്ക് പല സാധനങ്ങളിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇവർ ഗവൺമെൻറ്റിനെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഈ കുറച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ നിന്ന് ഒരു മാറേണ്ടി വരും. ഇൻഫ്ലേഷൻ താഴെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് റേറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്സിന് കൂടുകയാണെങ്കിൽ കമ്പനികളുടെ ലാഭം കുറയും. അത് ആ സൈക്കിൾ വീണ്ടും തിരിച്ച് പുറകോട്ട് പോകാൻ കാരണമാവും. അത് മാർക്കറ്റിനെയും ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലോങ്ങർ സൈക്കിളിലേക്ക് അല്ലെങ്കിൽ ലോങ്ങർ ടൈമിലേക്ക് ഈ ഒരു ഇഷ്യൂ നിൽക്കില്ല എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കേണ്ട കാര്യം. ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. ഇത് എത്ര ഫാസ്റ്റായിട്ട് തീരണോ അത്ര നല്ലത്. ഒരു മാസത്തെ അപ്പുറത്തേക്ക് നീണ്ടുന്നാൽ പോലും ആ ഇമ്പാക്റ്റുകൾ വന്നു തുടങ്ങും നമുക്കൊക്കെ. അങ്ങനത്തെ ഒരു വളരെ സ്ട്രാറ്റജിക് പോയിൻ്റാണത്. ഇറാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിക് പോയിൻ്റാണ്.